Hello friends, welcome to our channel. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ Pixel 7നെ കുറിച്ചാണ്. ആക്ച്വലി Pixel 7 നമ്മൾ 2024 ഓൾമോസ്റ്റ് 2024 കഴിയാറായി ഡിസംബർ 2024 വാങ്ങിക്കുന്നത് വേർത്താണോ നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി അതിന്റെ അൺബോക്സിംഗ് വീഡിയോ അങ്ങനത്തെ കുറേ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ആക്ച്വലി എൻ്റെ Pixel 7 വിറ്റുട്ടാ OLX വിറ്റുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അന്ന് വാങ്ങിക്കുമ്പോൾ ഞാൻ വാങ്ങിക്കുമ്പോൾ Pixel 7ന്റെ പ്രൈസ് ഓൾമോസ്റ്റ് ഒരു 42,000 ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ എന്തോ സെയിൽസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ സാധനത്തിന് 30,999 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. 30,999 വിത്തൗട്ട് ഓഫറാണ്. അപ്പോൾ ഓഫറും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് 27 രൂപയ്ക്കൊക്കെ നമുക്ക് ഈ സാധനം ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ 28,000 രൂപയ്ക്ക് നിങ്ങൾ Pixel 7 വാങ്ങിക്കണമെന്നാണ് നമ്മളിന്ന് ഡീറ്റെയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ ഓൾമോസ്റ്റ് ഒരു 6-7 മാസം ഉപയോഗിച്ചാണ് ഫോൺ, എന്നിട്ടാണ് നമ്മൾ വിറ്റത്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കിടക്കാം. അതിന് മുമ്പ് നമ്മുടെ 2 മെയിൻ ചാനൽസ് മാത്രം പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമുക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ എന്നാണ് നമ്മുടെ പുതിയ ചാനലാണ്. ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്, ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി. ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടാ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആക്ച്വലി Pixel 7ന്റെ ഞാൻ കുറച്ച് പ്രോസ് പറഞ്ഞുതരാം, പ്രോസും കോൺസും ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഈസിയായിട്ട് മനസ്സിലാവുമല്ലോ. അതിൻ്റെ മെയിൻ പ്രോസ് എന്ന് പറയുന്നത് പിക്സലിൻ്റെ UI തന്നെയാണ്. നമ്മുടെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഉണ്ടല്ലോ, സ്റ്റോക്ക് നിങ്ങൾ ഇതുവരെയായിട്ട് ഒരു പിക്സൽ ഫോൺ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് നോക്കി ട്രൈ ചെയ്യാവുന്നതാണ് Pixel 7. എന്താ വെച്ചാൽ ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൺ ഓഫ് ദ എന്താ പറയുക ലോവസ്റ്റ് പ്രൈസുള്ള പിക്സൽ ഫോൺ എന്നൊക്കെ വേണമെങ്കിൽ തന്നെ പറയാം. എന്താ വെച്ചാൽ Pixel 7യും 6യും ഒന്നും ഇപ്പോൾ വെറുത്തല്ല. ഒന്നാമത് ഇതിനായിട്ടും ഡൗൺഗ്രേഡ് ആണ് സാധനത്തിന്. അപ്പോൾ അത് ഡൗൺഗ്രേഡ് അല്ല, ഇതിന് ആക്ച്വലി കമ്പയർ ചെയ്യുമ്പോൾ 5G ഫോണാണ്. Pixel 7 എന്ന് പറയുന്നത് 5G തന്നെയാണ്. ചെറുതായിട്ട് നമുക്ക് ബെസലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും പക്ഷേ കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രോസസ്സറും അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ടെൻസറിൻ്റെ GPU ആണ് വരുന്നത്, ടെൻസറിൻ്റെ പ്രൊസസ്സറാണ് വരുന്നത്. അപ്പോൾ ഹെവി ഗെയിമിങ്ങിനൊന്നും ഓൾറെഡി നിങ്ങൾക്ക് അറിയാം പിക്സലിൻ്റെ ഫോണുകൾക്ക് ഹെവി ഗെയിമിങ്ങിനൊന്നും റെക്കമെൻഡ് അല്ല. മെയിനായിട്ട് ഫോട്ടോസിനും വീഡിയോസിനൊക്കെയാണ് ആക്ച്വലി നോർമലി പിക്സൽ ഫോൺ ആൾക്കാർ എടുക്കാറ്. ഇതും എടുക്കാവുന്നതാണ്. Pixel 7ന്റെ ഫോട്ടോസും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോട്ടോസൊക്കെ തന്നെയാണ്. വീഡിയോ ആയിക്കോട്ടെ ആവറേജ് വീഡിയോസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിന് 27,000 രൂപയ്ക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം വെർത്തായിട്ടുള്ള ഫോൺ തന്നെയാണ്. ഈ പ്രൈസിന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മോട്ടോറോളയുടെ ഫോൺസാണ് കിട്ടുക, അത്യാവശ്യം കുഴപ്പമില്ലാത്ത. പക്ഷേ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ് ഫോട്ടോസും എന്താ പറയുക വീഡിയോസൊക്കെ. ബാറ്ററി ബാക്കപ്പും അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ ഇഷ്യൂസ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പ്രോസ് പറഞ്ഞല്ലോ. പ്രോസ് പറയുന്നത് മെയിൻ നമുക്ക് പറയാനുള്ളത് അതിൻ്റെ UI തന്നെയാണ്. വേറെ വലിയ പ്രോസ് ഒന്നും പറയില്ല. നമുക്ക് അത്യാവശ്യം വലുതാണ് കേട്ടോ, ഭയങ്കര ചെറിയ ഫോണല്ല, സ്ലിം അല്ല, അത്യാവശ്യം സൈസുള്ള ഫോൺ തന്നെയാണ്. നമ്മുടെ ഈ സാംസങ്ങിൻ്റെ പിന്നെ എന്താ പറയുക അൾട്രാ സീരീസിൻ്റെ ഒരു എനിക്ക് തോന്നുന്നു 3/4 സൈസ് വരുന്നുണ്ട് അതിൻ്റെ കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ നമ്മുടെ ഐഫോൺ പോലെ തന്നെ നമുക്ക് 2 ക്യാമറയാണ് ബാക്കിൽ വരുന്നത്, ഫ്രണ്ടിൽ ഒരു ക്യാമറയും വരുന്നുണ്ട്. അതൊക്കെ പോട്ടെ. അപ്പോൾ നമുക്കിതിൽ മെയിനായിട്ട് എനിക്ക് പ്രോസ് പറയാനുള്ള ഈ ഒരു മെയിൻ പോയിന്റ് തന്നെ ഉള്ളൂ, വേറെ വലിയ പ്രോസ് ഒന്നും പറയാനില്ല. കോൺസ് പറയുകയാണെങ്കിൽ കുറച്ച് അധികം ഉണ്ട്. ഇതിന് മെയിൻ കോൺ എന്ന് പറയുന്നത് ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ എനിക്ക് ഞാൻ വാങ്ങിച്ച ഡിവൈസിലൊന്നും ഭയങ്കരമായിട്ട് ഹീറ്റിംഗ് ഇഷ്യൂ സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഉള്ളത് അവരുടെ ഈ റേഞ്ച് ഇഷ്യൂ കുറച്ച് കുഴപ്പമാണ്. ആഫ്റ്റർ അപ്ഡേറ്റ് കുറേയൊക്കെ ശരിയായെങ്കിലും പക്ഷേ ഇപ്പോഴും നമുക്ക് റേഞ്ച് പിടിക്കാൻ കുറച്ച് പണിയാണ്. Pixel 7നും 8നും ഉണ്ട് ഇഷ്യൂ, 9ന് അവർ സോൾവ് ചെയ്തിട്ടുണ്ടത്. അപ്പോൾ 7നും 8ഉം വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാൻ മറക്കണ്ട. റേഞ്ച് ഇഷ്യൂസ് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ജിയോനൊക്കെ റേഞ്ച് ഇഷ്യൂസ് വരാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. അതാണ് മെയിൻ. പിന്നെ ബാറ്ററി ബാക്കപ്പ് സംഭവമൊക്കെ ഒന്നും അറിയില്ല. സാധനം ചെറിയ ഫോണാണ്. ചെറിയ ഫോൺ എന്ന് പറഞ്ഞാൽ വരെ എൻട്രി ലെവൽ സീരീസാണ് പിക്സലിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്ററി ബാക്കപ്പും അത്യാവശ്യമൊക്കെ നോർമൽ പോലെയാണ്, നമ്മുടെ S23 പോലെ സാധ്യമാണ്. 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെയാണ് വരുന്നത്. അതൊക്കെ പ്രോസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ല കോൺസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ 2 കോണാണ് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്. Pixel 7 നമുക്ക് 28,000 രൂപയ്ക്ക് 2024 വാങ്ങിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ മെയിൻ പറയാനുള്ളത് നിങ്ങൾക്ക് പിക്സൽ UI അല്ലെങ്കിൽ പിക്സലിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാമെന്നല്ലാണ്ട് വേറെ എന്താ പറയുക വേറെ കാര്യത്തിനാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി പിക്സലൊക്കെ ഉപയോഗിച്ചിട്ടുള്ളവരാണെങ്കിൽ പിന്നെ ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യില്ല. അല്ലാത്തവരാണെങ്കിൽ Pixel 8നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി പ്രൈസ് കുറഞ്ഞ് കിട്ടുന്നുണ്ട്. ഓൾമോസ്റ്റ് ക്യാമറ പെർഫോമൻസും ക്യാമറ സ്പെക്സ് ഒക്കെ സെയിം ആണ് Pixel 8 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ Pixel 8 വാങ്ങിക്കാനായിട്ടും കുറച്ചുകൂടി ഭേദമാണെന്ന് വെച്ചാൽ കുറച്ചുകൂടി പ്രൈസ് കുറഞ്ഞ് കിട്ടും. Pixel 7 വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ച് പഴയതാണ് ഫോൺ എപ്പോഴും, അത് ഞാൻ ഓൾറെഡി പറഞ്ഞോട്ടെ. അതാണ് നമുക്ക് പറയാനുള്ള ഒരു സംഭവം. Pixel 7 നിങ്ങൾക്ക് Pixel UI ഇതുവരെയായിട്ട് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കാം. അല്ലെങ്കിൽ ഒരു ബിഗ് നോ തന്നെയാണ് കേട്ടോ. Pixel 7 ആയിക്കോട്ടെ 8 ആയിക്കോട്ടെ. പിക്സൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ Pixel 9 വാങ്ങിക്കായിരിക്കും നല്ലത്. Pixel 9 പക്ഷേ അത്യാവശ്യം പ്രൈസിയാണ്, അത് വേറെ കാര്യമായിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രം പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണാം.